എടാ നമ്മുടെ അയൺ പോലത്തെ റിസോഴ്സസ് ഒക്കെ തീർന്നു തന്നെയല്ലേ? ഒരു മൈനിങ് ഏരിയയുടെ കുറവ് ഈ വേൾഡിൽ എന്തായാലും ഉണ്ട് അല്ലേ? അതെടാ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു മൈനിങ് ഏരിയ തന്നെ സെറ്റ് ആക്കിയേക്കാം. സോ ഗയ്സ്, അപ്പൊ നമ്മള് ഈ ഏരിയയിലായിട്ടാണ് മൈനിങ് ഏരിയ സെറ്റ് ആക്കാൻ പോണത്. നമുക്ക് ഇപ്പൊ ഈ ഏരിയ ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തുടങ്ങാം. സോ ഗയ്സ്, അപ്പൊ നമ്മൾ ഈ ഏരിയ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് ഐശ്വര്യമായിട്ട് ഈ എൻട്രൻസിന്റെ പണി തുടങ്ങാം. സോ ഗയ്സ്, അപ്പൊ നമ്മുടെ മൈനിങ് ഏരിയയുടെ എൻട്രൻസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി മൈനിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് അന്ന് അകത്തേക്ക് പോയി കാണിച്ചേ. ഈ എൻട്രൻസ് ഒരു കേവിന്റെ എൻട്രൻസ് പോലെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മ ഇവിടെ എത്തുമ്പോ ബെഡ്റോക്ക് വരെയായിട്ട് അടിയിലോട്ടൊരു സ്റ്റെയർ കേസ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ മൈനിങ് ഏരിയ വരുന്നത് ഗയ്സ്. അതെ, ഇവിടെ ഒരു 2 ബ്ലോക്ക് വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം ഗയ്സ്. അപ്പൊ ഇത് കണ്ടടിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്കൊരു പെട്ടെന്ന് ചെയ്തിട്ട് കാണിക്കാം. അതെ അല്ലേ? പൊട്ടിച്ചോ? രണ്ടെണ്ണം മൂന്നെണ്ണല്ലേ? 4 5 6 എത്രണ്ണോടാ? എത്ര കിട്ടി? 6 കിട്ടി. സെറ്റ്. റെക്കോർഡ് ചെയ്തില്ലേ? ഒരു വിക്കാറ്റ് ഉണ്ടാക്കാനുള്ളതായി എന്തായാലും. ഒരു വിക്കാറ്റ് ഒരു സോഡ്. സോ ഗയ്സ്, അപ്പൊ നമ്മുടെ മൈനിങ് ഏരിയയുടെ ബിൽഡ് ഇവിടെ ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പുറത്തുനിന്ന് ഈ ഒരു ഷേപ്പിലാണ് കാണുക. നമുക്ക് ഉള്ളിലേക്ക് കാണിച്ചു കൊടുക്കാം. നാച്ചുറൽ ആയിട്ടൊരു കേവ് പോലത്തെ ഒരു ലുക്കാണ് നമ്മൾ വരുത്തിയേക്കണത്. അതെ, ഈ കേവിന്ന് നമ്മള് ഇറങ്ങി കാണിച്ചു കൊടുക്കാം. കേവിന്ന് ഇവിടെ വരുമ്പോഴാണ് നമ്മള് ഈ സ്റ്റെയർ കേസ് വരുന്നത്. ഇവിടെ ഫുള്ളി നമ്മള് സ്റ്റെയർ വെച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് കേറാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിൽ. പിന്നെ ഈ സൈഡിലെ ടോർച്ചും നമ്മള് സിമെട്രിക്കൽ ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇല്ല, നിന്റെ POV കിട്ടിയാ? അപ്പൊ സെറ്റാ. സെറ്റ്. ധീര 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 വാൽക്കേ നിൻ കരികാല, ധീര 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 വാൽക്കേ നീ കരികാല. അപ്പൊ നമ്മുടെ കോബിൾ സ്റ്റോണും പിന്നെ സ്റ്റോണും ഒക്കെ ആയിട്ട് മെർജ് ചെയ്ത് നമ്മളിവിടെ ഡീപ് സ്ലേറ്റ് പതുക്കെ കേറിയിട്ടുണ്ട്. അവര് ട്രാൻസിഷൻ പോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുന്ന്. സീറോ നമ്മ ഡീപ് സ്ലേറ്റ് ആണ് ഫുള്ള് പോയേക്കണം അങ്ങോട്ട്. ഇത് വെച്ച് മൈൻഡ് ചെയ്ത ഡീപ് സ്ലേറ്റ് നമുക്ക് എന്തായാലും ആവശ്യം വരും. ഭാവിയിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ. പിന്നെ നമുക്കിത് ഇവിടെ അത്യാവശ്യം വിശാലമായിട്ട് വലുതൊക്കെ തന്നെ പണിഞ്ഞിട്ടുണ്ട്, ചാടി ചാടി ഇറങ്ങാം. ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ മൈനിങ് ഏരിയയിലേക്കുള്ള ഏരിയ വന്നത്. ഇവിടെ 4 മൈനിങ്ങിലേക്കുള്ള റൂം ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ഫർണസും ബാരലും ക്രാഫ്റ്റ് ടേബിളും ഇവിടെ അതുപോലെയൊക്കെ തന്നെ ജസ്റ്റ് ഒരു ഭംഗി വരുത്തിയിട്ടുണ്ട്. അധികം ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല ഗൈസ്. നമ്മ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിരിക്കില്ല. നമ്മ മിക്കവാറും ഈ ഡയമണ്ട് ആർമർ ഒക്കെ ഒപ്പിക്കണത് ട്രേഡ് ചെയ്തായിരിക്കും. അതെ,
അപ്പൊ നമുക്കിത് അധികം ആവശ്യം വരില്ല. ഏർലി സ്റ്റേജിലൊക്കെയാണ് ഇത് കൂടുതൽ ആവശ്യം വരുന്നത്. അതെ, നമുക്കിപ്പോ അയൺ തന്നെ പറഞ്ഞ് നമ്മ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ നോക്കണ്ട്. അതുകൊണ്ടാണ് നമ്മ അയണിനൊരു മൈനിങ് ഏരിയ വെക്കാൻ. അതെ, നിങ്ങൾ എന്റെ ഹാർഡ് കോർ സീരീസ് കണ്ടായിരുന്നെങ്കിൽ അതില് ഞാനൊരു അയൺ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇവിടെ ആ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. ഈ മൈനിങ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. കാര്യം ഇത് തന്നെ കുറെ നേരം കഷ്ടപ്പെട്ടാണ് ചെയ്തത്. ഞങ്ങള് മൊത്തം ടയേർഡ് ആയിരിക്കണേണ് അല്ലേ. ഒരാഴ്ചയായിട്ട് ചെയ്യാൻ തുടങ്ങിയതാ. പിന്നെ അല്ല, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ചെയ്തിട്ടില്ല, ഒരു 3-4 ദിവസം നമുക്ക് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. ഈ സ്കൂളിൽ പോണ പിള്ളേരായോണ്ട്. പിന്നെ 10ലും കൂടിയാണ്, പഠിപ്പും കൂടി ശ്രദ്ധിക്കണം. എക്സാം ഒക്കെ കടന്നു തന്നെ. ജൂൺ എത്തുമ്പോ ഞങ്ങൾക്ക് 50 മാർക്കിന്റെ എക്സാമാ. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടാവണം, സപ്പോർട്ട് മാത്രം പോരാ അല്ലേ. അതെ അതെ അതെ, ജൂൺ 9 മുതൽ സ്റ്റാർട്ട് ചെയ്യണം 50 മാർക്കിന്റെ എക്സാം. നമുക്കറിയാം അതിന്റെ വിഷമം. പിന്നെ ഇവൻ എൻ്റെ കൂടെ ഒരു 3 വർഷമായിട്ട് ഇപ്പൊ കൂടെ പഠിക്കാണ്. മൈൻക്രാഫ്റ്റ് ഇപ്പൊ 1 വർഷമായിട്ടും കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവനെ ഞാൻ ഈ സീരീസ് ചെയ്യാൻ വിളിച്ചത്. പിന്നെ എന്റെ ഹാർഡ് കോർ വേൾഡ് പോയപ്പോഴും ഫസ്റ്റ് തന്നെ ഞാൻ ഇവനോടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സപ്പോർട്ടർ ആയിരുന്നു നമ്മുടെ യൂട്യൂബിന്റെ. അതെ അതെ, വീഡിയോ സത്യം പറയാൻ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കണ തന്നെ ഇവന്റെ ഒപ്പമാണ്. അതെ, ഞാൻ വേറെ ഗെയിംസ് ഒക്കെ കളിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പല ഗെയിംസ് കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോൾ ഓഫ് ഡ്യൂട്ടി, പബ്ജി, മൈൻക്രാഫ്റ്റ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ മൈനിങ് ഏരിയയുടെ ബിൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഞാൻ ഇട്ടേക്കണ അയൺ ആർമറൊക്കെ നമ്മുടെ ഈ മച്ചനെ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടെന്നാണ്. അങ്ങനെ ഓഫ് ക്യാമറയിൽ കുറച്ച് ബിൽഡ് ഒക്കെ ചെയ്യാറുണ്ട് ഞങ്ങള്. പിന്നെ നമ്മ എന്തായാലും വലിയൊരു സ്റ്റോറേജ് ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. നമുക്കിനി ഒരു വീട് പണിയണമെന്നല്ലോ. വീട് ഇപ്പൊ നമ്മ വിചാരിക്കാന്ന് വെച്ചാൽ ചെറിയ വീട് പണിയാണ്ട് നമ്മളൊരു അത്യാവശ്യം ഒരു വലിയ വീട്, ഒരു 3-4 നിലയൊക്കെ ഉള്ള വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു സ്റ്റോറേജ് ആയിരിക്കും നമ്മൾ അടുത്ത് ഉണ്ടാക്കേണ്ടത്. പരമാവധി ഞങ്ങൾ ഈ കുറച്ച് നേരിട്ട് കളിക്കാനേ നോക്കുള്ളൂ. ലാസ്റ്റ് വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടി പോയിട്ടുണ്ടായിരുന്നു, അതിനെല്ലാരും ക്ഷമിക്കണം. ഈ വീഡിയോ പറ്റുന്നത്ര ഷോർട്ട് ആക്കിയിട്ട് ഞങ്ങൾ എടുത്തേക്കണത്. അതെ. സോ പിന്നെ അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം ഗൈസ്. ബൈ. നീ ഒരു ബൈ പറ. ബൈ ബൈ.